രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. മൂലക്കല്ലിനെ അവിടുന്ന് ആശീർവദിക്കണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശപ്പോഴും നയിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വക്രത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. അധ്വാനം വഴി സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകുവാൻ മനുഷ്യരെ അധികാരപ്പെടുത്തുകയും അവരുടെ പ്രയത്നങ്ങളെ ആശ്രയിച്ച കാരുണ്യവാനായ കർത്താവേ, അങ്ങേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ഇവിടെ ആരംഭിക്കുന്ന പ്രവർത്തനം വിജയകരമായി പുരോഗമിക്കുവാനും സന്തോഷപൂർണമായ പരിസമാപ്തിയിലെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എല്ലാവരുടെ ഏറ്റുക. കർത്താവ് ഭവനപണിയിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉറക്കമഴിക്കാൻ നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടെയില്ലെങ്കിൽ ഉപതിനടി അധ്വാനിക്കാൻ നിഷ്ഫലമാകുന്നു. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പണിയില്ലെങ്കിൽ പണിക്കാർ അധ്വാനം നിഷ്ഫലമാകുന്നു. ദൈവമേ, രക്ഷാകര പ്രവൃത്തിയിലൂടെ ഞങ്ങളെ അങ്ങേ മക്കളായി സ്വീകരിക്കുകയും തദനുസാരം ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ തിരുസന്ദേശം ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ മനസ്സിനെയും പ്രകാശിപ്പിക്കുന്നേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സഹോദരൻ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 2 തിരുവചനങ്ങൾ 4 മുതൽ 7 വരെ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അതിനാൽ സജീവശിലായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണ് അവൻ. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പങ്കെടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനവുമാവുകയും ചെയ്യട്ടെ. ഇപ്രകാരം എഴുതിപ്പെട്ടിരിക്കുന്നു: ഇതാ, സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. നാമത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ഇവിടെ നിർമ്മിക്കാൻ ആരംഭിക്കുന്ന ഞങ്ങളുടെ പരീക്ഷകൾ യഥാസമയം പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശാന്തി സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങാകുന്ന മൂലക്കല്ലിലാണ് എല്ലാം
ദുഃഖം നിരന്തരം അനുസ്മരിക്കുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നവർക്ക് ഇടപെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും എല്ലാം അങ്ങയുടെ നാമത്തിൽ ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ യാതനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടയാകട്ടെ. എല്ലാറ്റിന്റെയും സൃഷ്ടാവും പരിപാലനുമായ ദൈവമേ, ഇവിടെ നിർമ്മിക്കുവാൻ പോകുന്ന ഈ പാരീഷ് ഹാളിന്റെ അടിസ്ഥാന ശിലയെ അവിടുന്ന് ആശീർവദിക്കണമേ. അങ്ങാണ് യഥാർത്ഥ മൂലക്കല്ലും പണിയുന്നവനും എന്ന ബോധ്യം എന്നും ഞങ്ങളിൽ നയിക്കട്ടെ. ഇതിന്റെ ഉടമസ്ഥരെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും എല്ലാവിധ വിപത്തുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഈ കെട്ടിടത്തിന്റെ പണികൾ യഥാസമയം പൂർത്തിയാക്കുവാനും അങ്ങയുടെ അനുഗ്രഹാശിസുകളെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഇതിന് പണിയുന്ന എല്ലാവരെയും സഹായിക്കണമേ. എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. മൂലക്കല്ലിനെ അവിടുന്ന് ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആർക്ക് താല്പര്യമുള്ളത് എല്ലാവർക്കും അതൊന്നില്ലേ ചോറ് കൈകാര്യം ഓക്കെ. സ്നേഹത്തിന്റെ സഹോദരങ്ങളെ, നമ്മുടെ ഓസാനം ബിൽഡേഴ്സ്, നമ്മുടെ ഇന്ത്യക്കുടി ടോംചേട്ടനെ അറിയാം എല്ലാവർക്കും. അതിന്റെ പണികൾ നടത്തുന്ന ടോംചേട്ടനും അവരെല്ലാവരും കൂടി ഇവിടെയാണ്. വിവിധങ്ങളായ എല്ലാ പണികളെല്ലാം ഭംഗിയായി നടത്താനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവരും കൂടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇത് ഏറ്റെടുക്കാൻ നല്ല സന്മനസ് കാണിച്ചതിന് ടോമിച്ചേട്ടനും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇതിൻ്റെ എല്ലാവർക്കും, ഓസാനം ബിൽഡേഴ്സിന് എല്ലാവർക്കും. അതോടൊപ്പം ഇതിൻ്റെ കൺവീനർ ഞാൻ പറഞ്ഞു, നമ്മുടെ കൈക്കാരൻ കൂടിയായ സേവ്യരനാണ്, പ്ലാമൂട്ടി സേവ്യരൻ. അതുപോലെ കമ്മിറ്റി അംഗങ്ങളുണ്ട്. നിങ്ങൾ വന്നത് എല്ലാവർക്കും, ചെറുതും വലുതുമായ ഒരു കൊച്ചു കാര്യങ്ങൾ പോലും ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ സ്വപ്ന യേശു എത്രയും നേരത്തെ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൗൺസിലേഴ്സ് തുടങ്ങി എല്ലാവർക്കും, ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ മക്കളും. സന്തോഷം.